എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനുള്ളത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയുടെ അടുത്താണ്. അപ്പോൾ പാലിയേക്കര ടോൾ കൊടുക്കാണ്ട് നമുക്ക് പുതിയൊരു വഴി വന്നിട്ടുണ്ട്, പുതിയൊരു പാലം ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴി നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ആ വഴി ഒന്ന് നമുക്ക് നോക്കി നോക്കാം, അതിൽ എങ്ങനെ പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ നടത്തറ സിഗ്നൽ, അതായത് മണ്ണൂത്തിൽ നിന്ന് വരുമ്പോൾ നടത്തറ സിഗ്നൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിഗ്നൽ കുഞ്ഞനമ്പാറ എന്നൊരു സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോവാം. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ബൈക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് വണ്ടിയിൽ ക്യാമറ വെച്ചിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പോയാലും അങ്ങോട്ട് പോവാം. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ ഓൾ കേരള ട്രിപ്പിനുള്ള വണ്ടി. സെറ്റ് ചെയ്തെടുക്കണം, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് ഇട്ടാം. നമ്മുടെ ഈ കുഞ്ഞനമ്പാറ എന്ന് പറഞ്ഞ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക, നേരെ ലെഫ്റ്റ് പോരാ. നേരെ ലെഫ്റ്റ് ഒരു 2 കിലോമീറ്റർ കേട്ടോ, കറക്റ്റ് ഒരു 2 കിലോമീറ്റർ നേരെ ഇവിടുന്ന് പോവാം. അതായത് നടത്തറ സിഗ്നൽ കഴിഞ്ഞ് നടത്തറ സിഗ്നൽ കഴിഞ്ഞ് രണ്ടാമത്തെ സിഗ്നൽ കുഞ്ഞനമ്പാറ സിഗ്നലിൽ ലെഫ്റ്റ് എടുക്കുക, നേരെ ഇങ്ങോട്ട് പോരാ. ഒരു 2 കിലോമീറ്റർ പോരാ കേട്ടോ. ഈ റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളി റോഡാണ്. പക്ഷേ ഹെവി വണ്ടികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ വഴി പോണ വഴി ഇത്തിരി വീതി കുറവാണ്. ട്രാഫിക് കൂടുതലാവാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിക്ക് ഇത്തിരി പരിമിതിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വരിക. ഹെവി വണ്ടിയൊക്കെ ആണെങ്കിൽ അതിലെ പോകണമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു നിഗമനം. നേരെ വച്ചുപിടിക്കുക ഇവിടുന്ന്, അതായത് ആ സിഗ്നലിൽ നിന്ന് 2 കിലോമീറ്റർ കേട്ടോ. പാലത്തിലേക്ക് വരുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോരാ. ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോവാൻ, നേരെ പോവാം. നമുക്ക് പോകേണ്ടത് നേരെയാണ് കേട്ടോ. ലെഫ്റ്റ് പോണത് നമ്മുടെ പൊന്നൂക്കര ആ വഴിക്കാണ്. ഇത് നേരെ എടുക്കുക, നേരെ ഇങ്ങോട്ട് വച്ച് പിടിക്കുക. നേരെ പോയി കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ അവിടേക്ക് എത്തും. അപ്പോൾ മണ്ണിട്ട് വരുന്നവർ അങ്ങനെ വരിക. മറ്റേ വഴിക്ക് വരുന്നവർക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരാം എങ്ങനെ കണ്ടത്. ഇപ്പോൾ വരരുത്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണി ഒരു കാരണവശാൽ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പരമാവധി യാത്ര ഒഴിവാക്കുക. കാരണം അവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് ആകെ സീനാണ്. കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം കിടക്കാനൊക്കെ ഇത്തിരി സീനാണ്. അങ്ങനെ നേരെ വരും കേട്ടോ. നേരെ വരുമ്പോൾ ഒരു പള്ളി കാണാം, കണ്ടോ? ഇത് പള്ളി കാണാം. ആ പള്ളി കഴിഞ്ഞ് നേരെ മുമ്പ് ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് കേട്ടോ, കുറച്ചങ്ങോട്ട് മുമ്പ് വളവെത്തുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി നേരെ ലെഫ്റ്റിലേക്ക് കയറുക. ആ കാറ് പോകണുണ്ട്, ആ കാറ് പോകുന്ന വഴി. ഇതാണ് പുതിയ പാലം കേട്ടോ. നമ്മുടെ ആമ്പല്ലൂരുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ് പുതിയ പാലം. ഇതാണ് നമ്മുടെ പുതിയ പാലം വരുന്നത് കേട്ടോ. പുതിയ പാലം ഇപ്പോൾ പണിതിട്ടുള്ള 13-ാം തീയതി ഓപ്പണിംഗ് ആയിരുന്നു. ഇതാണ് പുതിയ പാലം. നമുക്കൊരു 2 കിലോമീറ്റർ അവിടെ നിന്ന് വരുന്നുള്ളൂ ഇങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട്. നേരെ വച്ച് പിടിക്കുക. ഇവിടെ ഉണ്ടോ, ഇതാണ്
പുതിയ പാലത്തിലേക്കുള്ള വഴി കണ്ട വണ്ടികൾ വന്ന് നൈസായിട്ട് ബ്ലോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണിയണുള്ളൂ, റോഡ് പണിത് വരണുള്ളൂ. കണ്ട വണ്ടികളൊന്നും പണിയണണ്ട. അവിടെ പാലം പണിയുണ്ട്. അത് കാരണം ആ പാലം പണിതാൽ മാത്രമേ നമുക്ക് നേരെ കല്ലൂർ റോട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നൈസായിട്ട് പോകേണ്ടി വരും. പോകാനുള്ള ഗെറ്റപ്പ് കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ട അവിടെ പണി നടക്കണണ്ട. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. വണ്ടികൾ പോകാനായിട്ട് ആള് വൃത്തിയാക്കുന്നുണ്ട. ചെറിയ വഴിയാണ് കേട്ടോ. ഇതൊക്കെ നീ സെറ്റായി വന്നിട്ട് ഇതുവഴി എല്ലാവരും വന്നാൽ മതി. കാരണം അല്ലെങ്കിൽ നമ്മൾ കുടുക്കിൽ പെടും. സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ കല്ലൂർ അമ്പല്ലൂർ സിഗ്നലിൻ്റെ അവിടേക്ക് എത്തും. അപ്പോൾ എല്ലാവരും ഈ സമയത്ത് വരാണ്ടിരിക്കുക. വഴിയൊന്ന് സെറ്റായതിന് ശേഷം ഇതിലേക്ക് കടന്നു വരിക കേട്ടോ. ഇതാണ് പ്രശ്നം. പണി കഴിയാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. പണി കഴിഞ്ഞാൽ അതേ നേരെ കാണുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവാം. സിമ്പിളായിട്ട് കടന്നു പോകാം, ഒരു പ്രശ്നമില്ല. 2 കിലോമീറ്റർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്, 2 കിലോമീറ്റർ അങ്ങോട്ട്, 4 കിലോമീറ്റർ നമുക്ക് എത്തി കഴിഞ്ഞാൽ ടോൾ കൊടുക്കാണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. വഴി നൈസായിട്ട് ക്ലിയർ ആക്കി തന്നുണ്ട്. നമ്മളിത് നൈസായിട്ട് പോകട്ടെ. പിന്നിൽ വണ്ടിയിലുണ്ട്. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയാണെന്ന് കണ്ടോട്ടെ. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ ഇതാണ്. പുതിയ വഴി കേട്ടോ. ഇതിലാണ് കടക്കാനുള്ളത്. ഇത് നേരെ പോയാൽ മതി. വണ്ടികളൊക്കെ ഒന്ന് തിരിച്ച് പോകണുണ്ടോ. ചെറിയ വഴിയാണ് ഇപ്പോൾ ഉള്ളത്. ആ പാലം തുറന്നാൽ മാത്രമേ നമുക്ക് അതിൽ കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ചെറിയ വഴി കൂടി നമ്മൾ വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോൾ കൊടുക്കാണ്ട് സിമ്പിളായിട്ട്, അതായത് ടോൾ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആ പെട്രോൾ കാശെങ്കിലും ലാഭമാവട്ടെ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് നോക്കാം. ഇപ്പോൾ വരുത്. കാരണം ഇപ്പോൾ വന്നതിന് ഇപ്പം ഞാൻ കണ്ട അവസ്ഥ ഉണ്ടല്ലേ, ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഈ ചെറിയ വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് എത്തും. ആമ്പല്ലൂർ കല്ലൂരിൻ്റെ മെയിൻ റോഡില്ലേ, അവിടേക്ക് എത്തും. മെയിൻ റോഡ് ശരിക്കും മറ്റേ വഴി വന്നാൽ അപ്പുറത്തെ വഴി ഒന്ന് കയറും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുത്തൂർക്ക് പോകാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേക്ക് ആമ്പല്ലൂർ, മരത്താക്കര, ആമ്പല്ലൂർ, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം, ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എറണാകുളം, ആ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള മെയിൻ റോഡിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് എത്ര ലാഭമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആമ്പല്ലൂർ സിഗ്നലിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. സിമ്പിളായിട്ട്, അതായത് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആമ്പല്ലൂർ സിഗ്നലിൻ്റെ അവിടേക്ക് എത്തി. സിമ്പിളായിട്ട് ടോൾ പ്ലാസൊക്കെ കടന്ന് നമ്മൾ ചാടി പോകുന്നുണ്ട്. അല്ല ആമ്പല്ലൂർ എത്തിയിട്ടുണ്ട്. ആമ്പല്ലൂർ എത്തിയോ. ആമ്പല്ലൂരിൽ നിന്ന് നിങ്ങൾക്ക് എറണാകുളം പോകണവർ നേരെ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പിടിച്ചോ, എറണാകുളം, തിരുവനന്തപുരം, എറണാകുളം ഒക്കെ പോവാം. ഹൈവേ ചെയ്യണ്ട.
ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾ പരമാവധി ഫാസ്ടാഗ് എടുത്ത് വരാൻ നോക്കുക, അല്ലെങ്കിൽ ഇരട്ടി ചാർജ് അവർ ഡബിൾ ചാർജൊക്കെയാണ് ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ വഴി കുഴപ്പമില്ല, ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല വഴിയുടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആ വഴി യൂസ് ചെയ്യാണ്ടിരിക്കുക. ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വഴി ഓപ്പൺ ആയതിനു ശേഷം മാത്രം അതിൽ പാസ് പോകാം. വണ്ടിക്ക് ചിലപ്പോൾ നൈസ് കംപ്ലൈൻറ്റ് കിട്ടും, പിന്നെ വണ്ടികളൊക്കെ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇത് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ചങ്കു ബ്രോസ് അടുത്തൊരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ കേരള യാത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പരിചയപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.